ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ലുലുവിലോട്ട് പോവുകയാണ്. അപ്പോൾ എപ്പോഴും ഹൈപ്പറിലാണ് പോകുന്നത്. അപ്പോൾ ഇന്നതൊന്ന് മാറ്റി പിടിച്ചിട്ട് നമുക്ക് ബർഗർ കിങ്ങിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നേരെ മെനുവിലൊക്കെ നോക്കി ഓർഡറാക്കി കഴിഞ്ഞു. അപ്പോൾ ആ കാണുന്നത് റേറ്റ് അല്ല കേട്ടോ, റേറ്റ് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് 20 ആണ് വന്നത് ടോക്കൺ. അപ്പോൾ അവിടെ നമ്മൾ ബർഗർ മാത്രമേ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കയറിയിട്ടാണ് ബർഗർ കഴിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചായക്കടയിൽ പോയപ്പോൾ അവിടുത്തെ സ്നാക്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, നമ്മൾ ചായക്കടയിൽ പോയപ്പോൾ ചായ ഇല്ലായിരുന്നു. അപ്പോൾ ചായ സ്നാക്സ് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ലുലുവിൽ വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങണമായിരുന്നു. ഫുഡല്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തീരുമാനിച്ചു ബർഗർ കിങ്ങിൽ കയറിയിട്ട് 2 ബർഗർ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഈ 2ൻ്റെയും റേറ്റ് നിങ്ങൾ കണ്ടാൽ ഞെട്ടും, പക്ഷെ ഇത് സ്വാഭാവികവുമാണ്. റേറ്റ് കൊടുത്തിട്ടില്ല ഗൈസ്. അപ്പോൾ 415 അത്ര ബില്ല് കയ്യിലാട്ടോ. അതാണ് ഓർമ്മയില്ല, 415 ബില്ല്. അപ്പോൾ നമ്മളിവിടെ നേരെ കഴിച്ച് ആഫ്റ്റർ ലോങ് ടൈമാണ് ലുലുവിൽ കയറുന്നത് കേട്ടോ. കുറച്ചായി വന്നിട്ട്. അപ്പോൾ കഴിച്ച് അപ്പോൾ ഗൈസ്, ഞാൻ ശരിക്കും ബർഗർ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാനൊരു പോർട്ടിക്കോ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഇതിനേക്കാളും അടിപൊളിയായിരുന്നു. റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും അവിടെയും ഇവിടെയും സെയിം റേറ്റാണ്. പക്ഷേ എനിക്ക് അവിടുത്തെ ബർഗറാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ മാത്രമല്ല ബുൾസയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, മുന്നത്തെ വീഡിയോയിൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ അവിടെ നിന്നൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഹൈപ്പറിൽ പോയി. അപ്പോൾ ഞാൻ ചായയും അതുപോലെ തന്നെ നമ്മളെ നാട്ടിലതിനെ പറയുന്നത് മോദകം എന്നാണ് പറയുന്നത്. അപ്പോൾ മോദകവും ചായക്കായിട്ട് ഒരു ചെറിയൊരു സ്നാക്സാണ്. അപ്പോൾ ഞാൻ എന്നും പോകുന്ന സ്ഥലത്ത് ഒന്നും സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് മാറിയെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു സ്നാക്സ് ഒന്നും പ്രതീക്ഷിക്കേണ്ട അവിടെ നിന്ന്. അപ്പോൾ ഗൈസ്, അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചായ അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നൈക്കിൻ്റെ ഒരു ഷൂ വാങ്ങിച്ചൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഒരു വെറൈറ്റി വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ലവ് യു ഓൾ, ബൈ ബൈ.